എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും +2 യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 25 തസ്തിക വരുന്നത് നാവിക് ജനറൽ ഡ്യൂട്ടി, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആൻഡ് യാന്ത്രിക് ആണ്. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ +2 പാസ്സായിരിക്കണം. +2ന് മാത്സും ഫിസിക്സും ഉണ്ടായിരിക്കണം. +2 സയൻസ് ആയിരിക്കും. അപ്പോൾ +2 സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സാണ്. യാന്ത്രിക് പോസ്റ്റിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ ഡിപ്ലോമയുമാണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതല്ലെങ്കിൽ 10ാം ക്ലാസ്സും +2ഉം കൂടാതെ ഡിപ്ലോമയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 3 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ, യാന്ത്രിക് ആണെങ്കിൽ 10ാം ക്ലാസ്സും ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 22 വയസ്സ് വരെയാണ്. നാവിക് GD പോസ്റ്റ് ആണെങ്കിൽ കാൻഡിഡേറ്റ്സ് ഓഗസ്റ്റ് 1, 2004 ഓഗസ്റ്റ് 1, 2008 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. യാന്ത്രിക് ആണെങ്കിൽ മാർച്ച് 1, 2004 മാർച്ച് 1, 2008 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. നാവിക് DB ആണെങ്കിൽ ഓഗസ്റ്റ് 1, 2004 ഓഗസ്റ്റ് 1, 2008 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇതാണ് പ്രായപരിധി വരുന്നത്. ഇത് കൂടാതെ SC/ST കാറ്റഗറി ആണെങ്കിൽ 5 വയസ്സിൻ്റെയും OBC ആണെങ്കിൽ 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. CGPT 1/26 ബാച്ചിൽ നാവിക് GD 260 വേക്കൻസി, യാന്ത്രിക് മെക്കാനിക്കൽ 30 വേക്കൻസി, യാന്ത്രിക് ഇലക്ട്രിക്കൽ 11 വേക്കൻസി, യാന്ത്രിക് ഇലക്ട്രോണിക്സ് 19 വേക്കൻസിയാണ്. ഇനി CGPT 2/2026 ബാച്ചിൽ നാവിക് GD 260 വേക്കൻസി, നാവിക് DB 50 വേക്കൻസിയാണുള്ളത്. 5 സോണായിട്ടാണ് വേക്കൻസി വരുന്നത്. കേരള വരുന്നത് ഓഫ് കോഴ്സ് സൗത്ത് സോണിലാണ്. സൗത്ത് സോണിൽ വരുന്നത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, തമിഴ്നാട്, പുതുച്ചേരി, കേരള, കർണാടക, ലക്ഷദ്വീപാണ് വരുന്നത്. സെലക്ട് ചെയ്യുന്നത് 4 സ്റ്റേജായിട്ടാണ്. സ്റ്റേജ് 1, 2, 3 ആൻഡ് 4. വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ലൈവ് ഇമേജ് ക്യാപ്ചർ ഉണ്ട്. ബയോമെട്രിക്സ് എടുക്കും. ഇനി സെലക്ഷൻ്റെ ഭാഗമായിട്ട് സ്റ്റേജ് 1 വരുന്നത് എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ്. അവിടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ എക്സാം സെൻറ്ററിൽ പോകുമ്പോഴത്തേക്കും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങളുടെ ഒരു വാലിഡ് ഒറിജിനൽ ID പ്രൂഫ്, ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID കൊണ്ടുപോകാം. പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട്, 2 കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൊടുത്ത സെയിം ഫോട്ടോ ആയിരിക്കണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അവിടെ ബയോമെട്രിക് റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്. സബ്ജക്ട്സ് വരുന്നത് സെക്ഷൻ 1 മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, റീസണിങ്, GK. സിലബസ് 10th ആണ്. സെക്ഷൻ 2 മാത്സ്, ഫിസിക്സ് +2 സിലബസാണ്. സെക്ഷൻ 3 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 50 മാർക്കിന്. സിലബസ് ഡിപ്ലോമ ലെവലാണ്. സെക്ഷൻ 4 ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 50 മാർക്ക്. സിലബസ് ഡിപ്ലോമ ലെവലാണ്. സെക്ഷൻ 5 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 50 മാർക്സാണ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. നെഗറ്റീവ് മാർക്കൊന്നുമില്ല. സ്റ്റേജ് 2 വരുന്നത് അസസ്മെൻറ്റ് ടെസ്റ്റും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ വരുന്നത് 1.6 കിലോമീറ്റർ റൺ, 7 മിനിറ്റിൽ 1.6 കിലോമീറ്റർ റൺ ചെയ്യുക, 20 സ്ക്വാട്ട്സ് അപ്പ് എടുക്കുക, 20 പുഷപ്പ് എടുക്കുക. ഇതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അവിടെയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. സ്റ്റേജ് 3 വരുന്നത് ബേസിക് ഐഡൻറ്റിറ്റി ചെക്ക് വരുന്നുണ്ട്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്, പ്രീ എൻറോൾമെൻറ്റ് മെഡിക്കൽ ഉണ്ട്.
ഇവിടെയാണ് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. പോലീസ് വെരിഫിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് joinindiancoastguard.cdac./cgept/ ആണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 25. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ഓരോ സ്റ്റേജിലെയും വെരിഫിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചറിൻ്റെ സ്കാൻഡ് ഇമേജ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ID പ്രൂഫ്, ഇത്രയും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. സ്റ്റേജ് 2 വരുമ്പോഴത്തേക്കും 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇത്ര അപ്ലോഡ് ചെയ്യുക. നാവിക് GD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. യാന്ത്രിക ആണെങ്കിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ മാർക്ക് ഷീറ്റ്, പിന്നീട് നിങ്ങളുടെ ഡിപ്ലോമയുടെ എല്ലാ ഇയറിൻ്റെയും സെമസ്റ്ററിൻ്റെയും മാർക്ക് ഷീറ്റ്, ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. ഇവിടെ ഓരോ കാറ്റഗറിയുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും സൈസ് 50 KB തൊട്ട് 150 KB വരെയാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. നാവിക് GD ആണെങ്കിൽ ബേസിക് പേ വരുന്നത് 21,700 രൂപയാണ്. നാവിക് DB 21,700 രൂപ തന്നെയാണ്. യാന്ത്രിക ആണെങ്കിൽ 29,200 രൂപയാണ് ശമ്പളം ലഭിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്കും, അതായത് പ്രധാന അധികാരി അല്ലെങ്കിൽ പ്രധാൻ സഹായക് എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് പ്രൊമോഷൻ കിട്ടുക എന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് 47,600 രൂപയായിരിക്കും. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 25 ആണ്. നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.